അങ്ങനെ 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 തെരഞ്ഞെടുപ്പ് കാലത്തെ സംഭവങ്ങളുടെ വേരുകൾ പോയാൽ അത് കുഴിച്ചെടുക്കുന്നു. അതെ, നമ്മൾ അന്തം വിടും. അങ്ങനെ അന്തം വിട്ട ഒരു കഥയാണിത്. RSP നേതാവും മുൻ മന്ത്രിയുമായ ബേബി ജോണിന്റെ ജീവിതം മുൾമുനയിൽ നിർത്തിയ ചവറ സരസൻ തിരോധാനം. വിജയകുമാർ, ചവറ സരസൻ എത്ര ദിവസം ബേബി ജോൺ സാറിന്റെ ഉറക്കം കെടുത്തിയെന്നറിയും. ആ കുടുംബത്തിലാരും ഉറങ്ങിയിട്ടില്ല. 1980-കളിലാണ്. അതെ അതെ അതെ. മാത്രമല്ല ആ കണ്ണീര് പിന്നെ തോർന്നത് സരസനെ കണ്ടതിന് ശേഷമാണ്. സരസനെ തട്ടിക്കളഞ്ഞു എന്നുള്ളതായിരുന്നു അന്നത്തെ ചവറയിലും കൊല്ലത്തും ഒക്കെ വ്യാപകമായി പറഞ്ഞു കേട്ട് നമ്മൾ ഒന്ന് സംശയിച്ചു. ബേബി ജോണിനെ പോലെ ഒരു മഹാമേരുവിനെ തകർക്കാൻ. അതെ അതെ അതെ. അതല്ല, അങ്ങനെ ഒരു അജയനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തകർക്കാൻ കണ്ട വഴിയായിരുന്നു ചവറ സരസൻ. ഒരു സരസ സ്വഭാവം ഇല്ലാതെ ഒരു ദിവസം ചവറിനെ കണ്ടെത്തി. ഭയങ്കരം തന്നെ. ചവറ സരസൻ തിരിച്ചു വന്നു. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. 1981 പുതുവർഷ പുലരി. സ്ഥലം ചവറ. ഒരു തിരോധാന വാർത്ത പുറത്തുവരികയാണ്. സരസൻ എന്ന യുവാവിനെ കാണാനില്ല. RSP നേതാവായ സരസൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതാണ്. കോൺഗ്രസിൽ ചേർന്നിട്ട് ദിവസങ്ങൾ മാത്രം. നാട്ടുകാർക്ക് സുപരിചിതൻ. കാണാതായി 4 ദിവസത്തിന് ശേഷമാണ് വാർത്ത പുറംലോകമറിയുന്നത്. സഹോദരിയുടെ വീട്ടിലാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നുമൊക്കെ പറഞ്ഞുണ്ടായ ഒഴിവുകഴിവുകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു. ക്രൈം നമ്പർ 10/1981. പേര് സരസൻ. സ്ഥലം ചവറ. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സരസനെ കൊന്നതാണ്, കൊല്ലിച്ചത് ബേബി ജോണാണ്. ഇതായിരുന്നു കോൺഗ്രസ് പ്രചാരണം. കഥ സംസ്ഥാനം വിട്ട് രാജ്യമാകെ വ്യാപിച്ചു. സരസനെപ്പറ്റി ഒരു വിവരവും ലോക്കൽ പോലീസിന് ലഭിച്ചില്ല. അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. ഭരണകക്ഷിയുടെ പിന്തുണയോടെ RSPയും ബേബി ജോണും ചേർന്നാണ് സരസനെ കൊലപ്പെടുത്തിയത് എന്ന പ്രചാരണം കേട്ടവർ വിശ്വസിച്ചു. സരസന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കഥകളും ഉപകഥകളും നാടെങ്ങും പരന്നു. മകന്റെ ശവശരീരമെങ്കിലും വിട്ടുതരൂ എന്ന് സരസന്റെ അമ്മയുടെ പേരിലിറക്കിയ ലഘുലേഖ നാടെങ്ങും കാട്ടുതീ പോലെ എത്തി. കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്ന ബേബി ജോണിന് കർമ്മമണ്ഡലമായ ചവറയിൽ തന്നെ പരാജയപ്പെട്ട് മടങ്ങേണ്ടിവരും എന്ന സ്ഥിതിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പ്രതികൂല സാഹചര്യത്തിലും ബേബി ജോൺ തന്നെ ഇടത് സ്ഥാനാർത്ഥി. K സുരേഷ് ബാബു കോൺഗ്രസ് പാളയത്തിൽ നിന്ന് മത്സരിച്ചു. മണ്ഡലത്തിൽ സരസന്റെ തിരോധാനത്തിനുമപ്പുറം മറ്റൊരു രാഷ്ട്രീയ വിഷയവും ചർച്ചയായില്ല. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സരസന്റെ വീട്ടിലെത്തിയതോടെ സംഭവം ദേശീയ ശ്രദ്ധ നേടി. അന്ന് സരസന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇന്ദിര കരയുന്ന ചിത്രം ദേശീയ പത്രങ്ങളിലും ആദ്യ പേജിൽ ഇടം പിടിച്ചു. വൈകാരികത മുൻനിർത്തിയുള്ള പ്രചാരണത്തിൽ ഐക്യമുന്നണി കൂറ്റൻ വിജയമുറപ്പിച്ച മണ്ഡലത്തിൽ ഒടുവിൽ ബേബി ജോൺ തന്നെ ജയിച്ചു. 621 വോട്ടിന്. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതോടെ സരസനെ എല്ലാവരും മറന്നു, കുടുംബം ഒഴികെ. 5 വർഷത്തിന് ശേഷമാണ് കഥയിലെ ട്വിസ്റ്റ്. കൊന്നെന്നും കടലിൽ തള്ളിയെന്നും മൃതദേഹം കുഴിച്ചിട്ടെന്നുമൊക്കെ പറഞ്ഞിരുന്നു. ആ സരസനെ കർണാടകയിലെ കുന്താപുരയിൽ നിന്ന് കണ്ടെത്തി. ഇതിന്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ അന്നത്തെ കേരള പോലീസ് തന്നെയായിരുന്നു. ബേബി ജോണെ കൊലയാളി എന്നൊരു മുദ്രാവാക്യം തന്നെ ചവറയിൽ ഓരോ മുക്കിലും മൂലയിലും മുഴങ്ങുന്നതിലേക്കുള്ള ഒരു സാഹചര്യം സംജാതമായി. CBI പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് തന്നെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് CBIക്ക് ബോധ്യപ്പെട്ടതാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ നിലയിലേക്കുള്ള വലിയ വിവാദം ആയി ഇത് മാറാനിടയായത്. 1986 സെപ്റ്റംബർ 26 സരസൻ വീണ്ടും ചവറയിലെ വീട്ടിലെത്തി. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, നമ്മൾ യഥാർത്ഥത്തിൽ കൊല്ലം ശ്രീനാരായണ കോളേജിൽ PGക്ക് MAക്ക് പഠിക്കുന്ന സമയത്താണ് ഈ സരസൻ സംഭവം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ സരസനെ കൊലപ്പെടുത്തിയതാണെന്ന് വിശ്വസിച്ച RSPക്കാർ പോലുമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന് എന്തോ ഒരു കയ്യബദ്ധം പറ്റി കാണുമോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രം. ഇപ്പൊ ഷിബു, ഷാജി എന്നുള്ള 2 മക്കളും അവർക്കൊരു സഹോദരിയുണ്ട്. അപ്പോൾ ഇവർ 3 പേരും മാത്രം ധർമ്മപത്നിയും അവർ മാത്രമേ ഉള്ളൂ വിശ്വസിക്കാത്തത്. ബാക്കി നാട്ടുകാരിൽ പല ആൾക്കാർക്കും വിശ്വാസമുണ്ട് ഈ ചവറ സരസൻ ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ലെന്നായിരുന്നു അന്ന് വിശ്വാസം. നമ്മുടെ ഷിബു ബേബി ജോൺ പറഞ്ഞ പോലെ സത്യം ചില സാധനങ്ങൾ ബാക്കിയാക്കുമല്ലോ. അത് മാത്രമല്ല, നമ്മൾ അന്ന് ഈ കൊല്ലത്തെ ചില ചായക്കടലിലൊക്കെ നിന്നാലും അറിഞ്ഞോ സരസനെ തട്ടിയതാ, ആൾക്കാർക്ക് ഒരു സംശയമില്ലായിരുന്നു. അല്ല അത് ഈ ഇന്ദിരാഗാന്ധി സരസന്റെ വീട്ടിലെത്തി സരസന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതൊക്കെ വലിയ വാർത്തയും ചിത്രങ്ങളും ഒക്കെ ആയിട്ടും ബേബി ജോൺ സാർ അവിടെ 621 വോട്ടിന് ജയിച്ചു. ആഴത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോ എന്തായാലും ചവറ സരസൻ മടങ്ങി വന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മേൽ വീഴാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കരിമ്പടം
അങ്ങനെ ഇല്ലാതായി. ഒരു തിന്മയുടെ കരിമ്പടം ഇല്ലാതായി. ചവറ സരസൻ ജീവനോടെ മടങ്ങി വന്നു. കുന്താപുര എന്ന കർണാടകത്തിലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. അവസാനം കേരളത്തിൽ വന്നപ്പോഴാണ് അയ്യോ ബേബി ജോൺ സാറ് അങ്ങനെ ആരെയും കൊന്നില്ലല്ലോ എന്ന് ജനങ്ങൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഏറ്റവും ആശ്വസിച്ചത് ചവറയിലെ വോട്ടർമാരാണ്. അവർക്ക് തെറ്റിയില്ല. കാര്യം അവരുടെ നേതാവ് ബേബി ജോൺ എന്ന് പറയുന്ന നമ്മുടെ കിസിഞ്ചർ എന്നറിയപ്പെടുന്ന ആൾക്ക് ഒരു അബദ്ധവും പിടഞ്ഞില്ല എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ വേരുകളിൽ നമുക്ക് ചവറ സരസനെ മറക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം ഈ സരസൻ ഒരു അപസർപ്പക കഥയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തയിൽ കാണും. കാര്യം അത്ര കൂടുതൽ ഉത്കണ്ഠയുടെ പിച്ചാത്തിമുനയിൽ ചവറയിലെ ഓരോ വോട്ടറെയും ഇരുത്തിയ സംഭവമാണ് സരസന്റെ കഥയും സരസൻ സംഭവവും. അപ്പൊ ഇനിയിപ്പോ വിജയകുമാർ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ സമഗ്രമായി നമ്മൾ മാന്തി തുടങ്ങി. അപ്പൊ കുഴിച്ചു തുടങ്ങി ഇതുപോലുള്ള വേരുകൾ ഏതെല്ലാം മണ്ഡലത്തിലുണ്ട്. അപ്പൊ ആ കുഴി മാന്തുമ്പോൾ ചില ചിത്രങ്ങളൊക്കെ തെളിഞ്ഞു വരും. പ്രിയമായിരിക്കും അല്ലേ? വേരുകൾ തേടിയുള്ള യാത്രയും കൂടി തുടങ്ങുകയാണ്.